എന്താ ഒരാഴ്ച നീ അപ്പൊ കേറാതിരിക്കുവോ? നീ ഇപ്പൊ ഒന്ന് റെഗുലർ ആയിട്ട് വരുന്നല്ലേ ഉള്ളൂ. നീ ഒരാഴ്ച നീ എന്ത് തത്സമയത്ത് വാർക്കപ്പണി കാണിക്കുവോ? അല്ലെ ചന്ദ്ര അമ്പി വാസനോട് അമ്പി തിരിക്കല ഞാന് ചന്ദ്രയോട് ചന്ദ്ര ഞാൻ അപ്പോഴേ പറഞ്ഞില്ല 5 കോടി എനിക്കൊന്ന് ഞാൻ ഇത് തീർത്തില്ല. ഇപ്പോഴത്തെ പ്രശ്നമുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നാ? ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല. പക്ഷേ അല്ല എന്തിനാ അത് ഇച്ചിരി ബഹുമാനം വേണം. എന്തിനാ ചന്ദ്രൻ നമ്മൾക്ക് ഫ്രീഡം തരുന്നോണ്ടല്ലേ അവന്മാർ തലേ കയറണം. കുറച്ച് പെട്രോളില്ല പെട്രോൾ ക്യാൻ തരും. ഇപ്പൊ ഒഴിച്ച് തീർത്തേ ഉള്ളൂ. ഒഴിച്ച് തീർക്കാനേ ചന്ദ്ര തരുമോ പ്ലീസ്? ഇല്ല തീർന്നു ഒഴിച്ച് തീർന്നു. ഇച്ചിരി പെട്രോളില്ല പെട്രോൾ ക്യാൻ ഇച്ചിരി പെട്രോളില്ല പെട്രോൾ ക്യാൻ പ്ലീസ് തരുമോ? ചന്ദ്ര ഇങ്ങോട്ട് വന്നടാ. എവിടെ ഈ മാർക്കില് ഗ്യാസിനകത്തല്ല അപ്പൊ കുഴപ്പമില്ല. മാറി നിൽക്കണ്ടേ ലീഫ് കൊണ്ടതാ. എടാ വാസനോടാ ലീഫ് കൊണ്ട് ചത്തെന്ന് പറയാൻ ഇത് പോയി പിന്നെ വേറൊന്നും പറഞ്ഞില്ല. അതിന് ശേഷം വേറൊന്നും പറഞ്ഞില്ല. കുവൈത് മാത്രമേ ഉള്ളൂ. കുവൈയപ്പോഴത്തേക്ക് ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ട് ഇപ്പൊ രാവിലെ ഇവനൊക്കെ ഇടിച്ച് എന്തായിട്ടാണ് ഇതൊക്കെ ഓടിക്കുന്നത്? ബ്രോ റോഡ് ഇത്രയും വലിയ റോഡില്ലേ ബ്രോ? കുഴപ്പമില്ല. കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. ചന്ദ്ര എന്താ പ്രശ്നം പറ. അണ്ണ യവന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് അണ്ണൻ പറഞ്ഞാലേ കേക്കൂ. പിന്നെ ഞാൻ ഇത്തിരി ഊപ്പാനാണ് കൊല്ലിടന്ന് വെച്ചിരിക്കണേ. അയ്യോ ചന്ദ്ര നമ്മള് തമാശ നിന്റെ തമാശ നീ വേറെ നടക്കുന്നേ. പിന്നെ അണ്ണ തമാശയൊക്കെ നമ്മൾ എടുക്കണ്ട കൊറേ. ഞാൻ ആദ്യം സീരിയസ് ആയിട്ട് പറഞ്ഞു ഇന്ന് സൂര്യബോസിനെ തട്ടിക്കൊണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു എടാ ഇത് അറിയാന്നുള്ളവർ എന്തിനാ തട്ടിക്കൊണ്ടുപോണേ? മണ്ടന്മാരെ പോലെ എന്നിട്ട് കാശ് ചോദിക്കുന്നത്. എന്റെ അടുത്ത് ഞാൻ സിറ്റി കയറിയപ്പോഴത്തേക്ക് ചന്ദ്ര 50 കോടി ആ സൂര്യബോസിനെ വിട്ടുതരാന്ന്. മണ്ടനാണ് അവൻ. അന്നേരം ഞാൻ പറഞ്ഞു വലിയ കളി കളിക്കലും ഞാൻ വല്ല സസ്പെൻഷനും തരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ലതും വന്ന് പറ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് വിട്ട് ഞാൻ അത് വിട്ട്. എന്നിട്ട് അതെല്ലാം വിട്ടതിന് ശേഷമാണ് അവന്മാർക്ക് ഇപ്പൊ ഈ കളിയാക്കല്. അവന്മാർക്ക് ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല അവന്മാര്. പിന്നെ ഇന്ന് നിനക്ക് എന്തൊരു കഴപ്പ? ഇന്ന് നിനക്ക് എനിക്ക് വലിയ ഇതുണ്ടാ പറയണ. എന്തേലും പറഞ്ഞാ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ എന്തിനാ കിടന്ന്? എടാ ഇവിടെ ഞാൻ നല്ല ചെയ്തനല്ലല്ലോ ഞാൻ നിന്റെ അടുത്തേക്ക് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ. ചുമ്മാ കിടന്ന് കൂണെന്തിനാണ്? നീയൊക്കെ പുറകെ നിർത്തിയിട്ട് ചെയ്യാറുന്നേ കടന്നു പറ്റാ. നിങ്ങൾ എവിടെ പോവാ? സംസാരിച്ചിട്ട് അല്ല സീനൊന്നും ഇല്ല. അല്ല ഒരു സീനും ഇല്ല. നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് കയറിയാ നീ. അല്ല ഒരു സീനും ഇല്ല. ഒരാഴ്ച കയറിയത്. ഒരു വാണിംഗ് കൂടെ കൊടുക്കാമാർക്ക്. ഒരു വാണിംഗ് കൂടെ കൊടുക്കും. ഇനി അമ്മ എന്താ ഒരാഴ്ച നീ അപ്പൊ കേറാതിരിക്കുവോ? നീ ഇപ്പൊ ഒന്ന് റെഗുലർ ആയിട്ട് വരുന്നല്ലേ ഉള്ളൂ. നീ ഒരാഴ്ച നീ എന്ത് തത്സമയത്ത് വാർക്കപ്പണി കാണിക്കുവോ? എടാ അമ്മരിപ്പോ ഒന്ന് രണ്ടുപേരും റെഗുലർ ആയിട്ട് ആക്റ്റീവ് ആയിട്ടൊക്കെ വരുവാ. അമ്മര് ഒരു വാണിംഗ് കൂടെ കൊടുക്ക്. കുഴപ്പമില്ല. എടാ ഞാനൊരു കാര്യം പറയട്ടെ. തമാശക്ക് തമാശയാണ്. ഈ അവനൊരു ഇവിടുത്തെ ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കിക്ക് മുകളിൽ അവൻ എനിക്ക് വേണ്ട അമ്മ എന്തെങ്കിലും ചെയ്യട്ടെ. ഇരിക്കണ്ട എനിക്കൊന്നും പറയല്ലേ. എവിടെ വാസന? എവിടെ
ഇതോ അവിടെ 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 അതോ അവിടെ ചന്ദ്ര അവിടെ ടിവി പണിച്ച് ഹോഗ് റൈഡർ പ്ലെയർ 1 to പ്ലെയർ 2 അതാണ് ടൈം ഉണ്ട്. നീ എന്റെ അടുത്തേക്ക് വാ. ടിവിടാ ഗ്യാങ് ഹൗസിന്റെ ഓപ്പോസിറ്റ്. സോറി കേട്ടോ സോറി. ഇല്ല വേണ്ട 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 ഇല്ല 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 വേണ്ട 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 സീരിയസ് ആയിട്ട് എടുത്താ ഇല്ല ഇല്ല ഞാൻ എടുക്കും ഒരു കുടുംബമല്ലേ ഇല്ല കുടുംബല്ല എനിക്ക് അറിഞ്ഞൂടാ. അനിയന്മാരാകുമ്പോ ചെറിയ തെറ്റൊക്കെ സോറി പറഞ്ഞില്ലേ എന്തൊരു സോറി പറഞ്ഞില്ല എന്തിനു സോറി എന്തിനു നമ്മളെ അനിയന്മാരെ ഒരു കുടുംബമല്ലേ അങ്ങനെയാണെങ്കിൽ വാസന നാളെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചിട്ട് ഞാൻ സോറി പറയേ വാസന. എടാ അവന്മാർക്കൊരു മിസ്റ്റേക്ക് പറ്റി പോയതാ. നിന്നോടുള്ള ഒരു നീ ആ ഒരു ഫ്രീഡം അവന്മാര് പെട്ടെന്ന് എടുത്തു. അപ്പൊ നീ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോ അത് തമാശയാണെന്നാണ് അവര് വിചാരിച്ചത്. അണ്ണ വാസന ഇവന്മാരുടെ നല്ല രീതിയിൽ ഞാൻ സീരിയസ് ആവാറുണ്ട്. ഞാൻ ഇവന്മാർക്ക് തമാശക്കുള്ള ഫ്രീഡം കൊടുക്കാറുണ്ട്. അണ്ണനെ പോലെയല്ല ഞാൻ ഇവർക്ക് അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞ് ഇവന്മാരെടുത്ത് ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് കുണ്ണത്തരം പറയണത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണേ. സത്യം പറയല്ലേ എമ്മടുത്ത് എടാ മിണ്ടാണ്ടിരിക്കുന്നത്. അത് അണ്ണം പറഞ്ഞാൽ ഞാൻ കേട്ടോളാം. അണ്ണം പറഞ്ഞാൽ ഞാൻ സസ്പെൻഷൻ വാങ്ങിച്ചോളാം. അങ്ങനെ എന്തിനാ പറയണ പിന്നെ എന്തിനാ തമാശ രീതി പറയണ്ട. സത്യത്തിൽ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലോ. ചന്ദ്ര ഇപ്പൊ ഒരു സീരിയസ് സിറ്റുവേഷനിലാണ് ചന്ദ്ര അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ അതിനപ്പുറം മിണ്ടായിരിക്കുന്നതാണ്. തമാശയുടെ റെസ്റ്റോറന്റ് സീരിയസ് ആയിട്ട് എടാ ഞാൻ പറഞ്ഞല്ല. ഇവിടെ എനിക്കും ഇവനും ഒക്കെ ഒരേ ഇത് തന്നെയാ. മനസ്സിലായ ഞങ്ങൾ അങ്ങനെ ഇതാക്കിയല്ല. ഇത് ജസ്റ്റ് നമ്മളങ്ങനെ അവസാനം വരെ നമ്മള് ചന്ദ്രന് ശീലായി നമ്മൾ ചിന്തിച്ചവരല്ല. ചന്ദ്രൻ ഇപ്പൊ പറയുമ്പോഴാണ് ചന്ദ്രന് ഇതായെന്ന് വിചാരിക്കുന്നത്. നമ്മളെ കൊന്നു എത്തിച്ച വരെ നമ്മള് തമാശ വിചാരിച്ചു. സോറിയാണ് എവിടെ ഹൈറാർക്കി വിട്ട് ഗ്യാങ്ങിൽ സംസാരിക്കല്ലേ. ഇത്രയും വർഷം കീപ്പ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഡെക്കോറമാണ് നമ്മുടെ ഗ്യാങ്ങിന്റെ. അത് അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ പറയാം അങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന്. അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അതൊക്കെ അവര് അറിഞ്ഞു ചെയ്യണമെങ്കിൽ ചേട്ടൻ അല്ലാതെ എന്തിന് ഇതൊന്നും പറഞ്ഞു കിട്ടാത്ത സാധനം. ആക്ഷൻ എന്താന്ന് എനിക്കറിയാലോ. അപ്പൊ ഹൈറാർക്കി ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഇതാക്കാൻ പറ്റത്തില്ല. മനസ്സിലായേ? അത്രേ ഉള്ളു. അത് നിങ്ങൾ ഇപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തമാശയാണ്. അത് പോട്ടെ, കുഴപ്പമില്ല. അത് അവൻ പറഞ്ഞത് ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം എന്ന്. തമാശക്ക് പറഞ്ഞ രീതിയിൽ ലൂപ്പാക്കണ്ട. വിട് വിട് ചെറിയ പരിപാടി ഉണ്ടോ? കയ്യൊക്കെ ഇങ്ങനെയൊക്കെ ഫീലാവില്ല. ഒരു കുടുംബമല്ലേ നമ്മള് അണ്ടില്ലാത്തവനെ അന്ന് തൊട്ട് അല്ലെ വണ്ടിയുടെ എന്താ ഇങ്ങനെ സംസാരിക്കല്ലോ വണ്ടിയുടെ സംസാരിക്കാൻ പോലും നമുക്ക് ഇതില്ല. വണ്ടിയുടെ പണിയൊന്നുമില്ല.